ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞങ്ങളിങ്ങനെ സൺഡേ ആയിട്ട് ഇങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ വിചാരിച്ചു ഒന്ന് കറങ്ങാൻ പോകാമെന്ന് കേട്ടോ. അപ്പോൾ അമ്പലത്തിലൊക്കെ പോയിട്ട് കുറേ നാളായി പോയിച്ച് അമ്പലത്തിലൊക്കെ ഒന്ന് പോവാം. ഏത് അമ്പലത്തിലാണെന്നൊന്നും ഞങ്ങൾ കൺഫേം ചെയ്തില്ല കേട്ടോ. ഞങ്ങൾ വെച്ച് ഇങ്ങനെ ഒന്ന് കറങ്ങി ഒന്ന് റൗണ്ട് അടിച്ചൊക്കെ വരാമെന്ന്. അപ്പം അങ്ങനെ നമ്മൾ എത്തപ്പെട്ടിരിക്കുന്നത് നമ്മുടെ വെള്ളനാതുരത്തിലാണ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് കുറച്ചടുത്തോട്ട് പോയാൽ മതി, നമ്മുടെ കാട്ടിലമ്പലത്തിൽ ചെല്ലും. അപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ കടത്തിറങ്ങിയൊക്കെ അല്ലേ വരാറുള്ളത്, ജങ്കാറിലൊക്കെ അല്ലേ പോകാറുള്ളത്. ഇപ്പം ഇന്ന് നമ്മൾ വിചാരിച്ച് റോഡ് വഴി തന്നെ പോകാമെന്ന്. അപ്പോൾ നമ്മുടെ ലാലാജി ജംഗ്ഷനിൽ നിന്ന് നേരെ പടിഞ്ഞാറോട്ട് വിട്ടു, അങ്ങനെ വെള്ളനാതുരത്തിലെത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് കുറച്ചും കൂടി ലെഫ്റ്റിലോട്ട് പോകാമെങ്കിൽ നമ്മുടെ കാട്ടിലമ്പലത്തിൽ ചെല്ലും കേട്ടോ. അപ്പോൾ ഞങ്ങളിത് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ഒന്നും ഇവിടെ ഇത്രയും തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഇങ്ങനെ ഇത്രയും വണ്ടികളൊന്നും ഞാൻ കണ്ടിട്ടേ ഇല്ല ശരിക്കും. ഇതിന് മുന്നേ ഞാൻ വന്നപ്പോഴൊക്കെ കുറച്ച് സ്ഥലം മാത്രമേ ഉള്ളായിരുന്നു. ഇങ്ങനെ ജസ്റ്റ് നമുക്കിങ്ങനെ നിൽക്കാം എന്നൊക്കെ ഉള്ളായിരുന്നു. ബീച്ച് പോലൊന്നും ആയില്ല കേട്ടോ. കടലിങ്ങനെ കയറി കിടക്കുന്ന ആ ഒരു അവസ്ഥയിലായിരുന്നു പണ്ട്. അപ്പോൾ ഇപ്പോഴാണ് ഇങ്ങനെ ബീച്ച് കണക്കായത് കേട്ടോ. ശരിക്കും ഞങ്ങൾ ഞെട്ടിപ്പോയി, ഭയങ്കര തിരക്കായിരുന്നു ബീച്ചിൽ. ആ ഒരു സന്ധ്യ സമയമായപ്പോഴത്തേക്ക് എല്ലാവരും വന്നിട്ട് പോകാറായി കേട്ടോ. കൂടുതൽ ആളുകളും പോയി. അപ്പോൾ ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് ഒരുവിധം തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വേണ്ട നമ്മുടെ അവിടെ ഐ ലവ് വെള്ളനാതുരത്ത് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെയൊക്കെ ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തു. അപ്പോൾ ഇരുട്ടായതുകൊണ്ട് അധികം കാണാൻ പറ്റിയില്ല, എന്നാലും നമ്മുടെ വീഡിയോയിലൊക്കെ നന്നായിട്ട് കിട്ടി കേട്ടോ. ചെയ്യുന്നത് ഐശോടെ പിരിഞ്ഞ കടി ഇവിടെ എടുക്കട്ടെ. ഇതുകൊണ്ട് എല്ലാം കാണുന്നതാണ് കാട്ടിൽ മെക്കതിൽ ദേവീ ക്ഷേത്രം. ആ ലൈറ്റ് കണ്ടോ? അപ്പം നമ്മളെവിടെ നിൽക്കുകയാണെന്ന് വെച്ചാൽ വെള്ളനാതുരത്താണ് നിൽക്കുന്നത്. വെള്ളനാതുരത്ത് ഒരു ബീച്ചാണ്. ബീച്ച് പോലെയൊക്കെ ആയിപ്പോൾ. നമ്മുടെ കുട്ടികൾ ഐസ്ക്രീം തിന്നുകയാണ്. ഇത് എൻ്റെ മൂത്ത മോളാണ്, ഇത് രണ്ടാമത്തെ മോള്, ഇത് മൂന്നാമത്തെ മോള്. ഇതുണ്ടോ മോന്തമത്താക്കിയേ. ഏതാ എന്തോ മോളെ? ആ ആണോ? അതിനകത്ത് എന്നത്തെ ഇങ്ങനെ കാണിക്കാതെ നേരെ കടലിലോട്ട് പോയായിരുന്നു. കടലിൻ്റെ നടുക്കോട്ടിറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ് രാജേഷ്.
പേടിപ്പിക്കാതെ വെച്ചാൽ. വാ 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 ഇനി കയറി കേട്ടോ, ഇനി കയറി. വൈഷ്ണു കടലിൽ കളിക്കണ അഞ്ഞു പോരെ, നീ ഇത് പിടിച്ചോണ്ട് വാ. അങ്ങനെ ഞങ്ങൾ കടലിലൊക്കെ ഇറങ്ങി. അപ്പം വൈഷുവിന് ഭയങ്കര നിർബന്ധം കേട്ടോ, കാല് നനയ്ക്കുക. അവൾ കടലുണ്ട് കഴിഞ്ഞാൽ കാല് നനയ്ക്കാണ്ട് അവൾ കയറത്തില്ല. അപ്പോൾ ഏട്ടൻ പറഞ്ഞു എങ്കിൽ ഒന്ന് നനച്ചിട്ട് പോകാമെന്ന്. അപ്പോൾ ഏട്ടന് ഷൂ ഊരാനൊക്കെ മടിയായതുകൊണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഒന്ന് ഇറങ്ങാൻ പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് ആ ഫ്രണ്ടിൽ ജസ്റ്റ് നിന്നതേ ഉള്ളൂ. പിന്നെ ലാസ്റ്റ് കുറേ നേരം നിന്നപ്പോഴത്തേക്ക് ഇങ്ങോട്ട് വരാൻ തുടങ്ങി കേട്ടോ തിരയൊക്കെ. അങ്ങനെ ഞങ്ങൾ പേടിച്ചിട്ട് ഞങ്ങൾ തിരിച്ചിങ്ങ് പോയിരുന്നു. അങ്ങനെ നമ്മൾ നമ്മുടെ അമ്പലത്തിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങോട്ട് വരുന്ന വഴിയൊക്കെ ഭയങ്കര ഇരുട്ട് നിറഞ്ഞിട്ട് അവിടെ എങ്ങും ആരുമില്ല കേട്ടോ. ഭയങ്കര ഇരുട്ട് നിറഞ്ഞിട്ട് ഇങ്ങനെ എന്തോ ഒരു കാട്ടിനകത്തൂടൊക്കെ വരുന്ന ഒരു ഫീലായിരുന്നു. പക്ഷേ നല്ല രസമുണ്ട് കാണാനൊക്കെ. പക്ഷേ അവിടെ എങ്ങും ഒന്നുമില്ല കേട്ടോ. പിന്നെ അവിടെ സെക്യൂരിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ. എന്താ വെച്ചാൽ നമ്മുടെ KM സ്ഥലമാണ് അതെല്ലാം. അപ്പോൾ അവിടെ നോക്കാൻ വേണ്ടിയിട്ട് അവിടെ സെക്യൂരിറ്റി ഒക്കെ ഉണ്ട്. പക്ഷേ ഇരുട്ടത്ത് എന്തെങ്കിലും നടന്നാൽ ആരും ഒന്നും അറിയില്ല കേട്ടോ. ആ രീതിയിലുള്ള ഇരുട്ടാണ് അവിടെ. അപ്പം അങ്ങനെ നമ്മളിതിൻ്റെ അമ്പലത്തിൽ വന്നിട്ടുണ്ട്. പക്ഷെ അമ്പലത്തിനകത്ത് നമുക്ക് കയറാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ അവിടെ പൂജയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ട് നമ്മൾ കുറേ നേരം വെളിയിലൊക്കെ ഇരുന്നു. പിന്നെ അമ്പലം നട തുറന്ന സമയത്തൊക്കെ നമ്മൾ പോയി തൊഴുതിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് അവിടുന്ന് പായസം കിട്ടി കേട്ടോ. അവിടെ പൊങ്കാല ഇടുന്ന പായസം നമ്മൾ ചെന്ന് ചോദിക്കുകയാണെങ്കിൽ അവർ തരും. അപ്പോൾ അങ്ങനെ ഗ്ലാസ്സൊക്കെ കിട്ടി. അങ്ങനെ നമ്മൾ പായസമൊക്കെ കുടിച്ചു കേട്ടോ. അപ്പോൾ അത് ഞാൻ ഷോർട്സിലിട്ടിട്ടുണ്ട്. പിന്നെ വാവയും വൈശുവൊക്കെ ഇവിടുന്ന് ഭയങ്കര കളിയായിരുന്നു കേട്ടോ. മണ്ണിനകത്തൊക്കെ ഭയങ്കര കളിയായിരുന്നു. മണ്ണിൽ എനിക്ക് തോന്നുന്നു വാവ തല കുത്തി നിന്നിട്ടാന്ന് തോന്നുന്നു. തലയിൽ ഫുള്ള് മണ്ണായിരുന്നു. അപ്പോൾ ഈ വരിയും പോവുകയൊക്കെ ചെയ്യുന്നവർ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് പോകുമായിരുന്നു കേട്ടോ. ഇവളെ കണ്ടിട്ട് ഇവള് കാണിക്കുന്ന ഓരോരോ കുരുത്തക്കേടുകൾ കണ്ടിട്ട് ഇങ്ങനെ അവരൊക്കെ നോക്കി ചിരിച്ചിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഇവരെന്തേ നോക്കുന്നത്? കുറച്ചേരം നോക്കിയപ്പോഴാണ് മനസ്സിലായത് വാവയാണ് ഇവിടെ നിന്ന് ഓരോ കുരുത്തക്കേടുകൾ കാണിക്കുന്നതെന്ന്. അപ്പോൾ നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ എന്തായാലും പാനിപ്പൂരി മസ്റ്റാണല്ലോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പാനിപ്പൂരിയൊക്കെ വെച്ചു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഷോർട്സിലിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് പോയി കണ്ടു നോക്കണേ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ വരുന്ന വഴിക്ക് ഞാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ HJ മാളിലൊന്ന് കയറാമെന്ന്. അപ്പം ഒരുപാട് സാധനങ്ങളൊന്നും വാങ്ങിക്കാനൊന്നുമില്ല. ഞങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കാം. കുറേ നാളുകൊണ്ട് വിചാരിക്കുന്നതാണ് കേട്ടോ ഇവിടെ വരണമെന്ന്. അപ്പം പണ്ടൊക്കെ ഞാൻ മിക്കവാറും ഇവിടെ വരുമായിരുന്നു. പക്ഷേ കല്യാണം കഴിഞ്ഞിടയ്ക്ക് അങ്ങനെ ഒരു പ്രാവശ്യം കണ്ടേ വന്നിട്ടുള്ളൂ. പിന്നെ അത് അന്നൊട്ട് ഞാൻ പറയുകയാണ് ഏട്ടൻ്റെ അടുത്ത് എന്നെ ഒന്ന് കൊണ്ടുപോകണമെന്ന്. അപ്പം അങ്ങനെ ഞങ്ങൾ ഇന്ന് ഇവിടെ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതേ വാവയ്ക്കൊക്കെ ഈ എസ്കലേറ്ററിൽ കയറണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അങ്ങനെ അതിനകത്ത് കയറാമെന്ന് പറഞ്ഞാണ് ശരിക്കും വന്നത്. താഴോട്ട് ഇറങ്ങുന്ന സ്റ്റെപ്പാണ് കേട്ടോ. അതിനകത്ത് അത് ഓണാക്കിയിട്ടില്ല. മുകളിലോട്ട് കയറുന്നത് ഓണാക്കിയിട്ടിട്ടുണ്ട്. അപ്പം മുകളിലോട്ട് കയറാനാണല്ലോ എല്ലാവർക്കും പാട്. അപ്പോൾ അതുകൊണ്ടായിരിക്കും അത് ഓണാക്കിയിട്ടിരിക്കുന്നത്. താഴോട്ട് തന്നെ ഇറങ്ങാൻ വലിയ പാടൊന്നും കാണത്തില്ല. അങ്ങനെ നമ്മളിതിനകത്ത് കയറിയിട്ട് അകത്ത് കയറിയപ്പോഴത്തേക്ക് വേറെ ഏതോ ഒരു ലോകത്ത് ചെന്ന ഒരു ഫീലായിരുന്നു കേട്ടോ. ശരിക്കും ഞങ്ങൾക്കും പിള്ളേർക്കും എന്ന് വെച്ചാൽ അവിടെ ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല കേട്ടോ. അതുപോലെ നല്ല ഓഫറുകളുണ്ട്. ഒരെണ്ണം എടുത്താൽ ഒരെണ്ണം ഫ്രീ, അങ്ങനെയൊക്കെ നല്ല റേറ്റ് കുറഞ്ഞിട്ട് സാധനങ്ങളെല്ലാം നല്ല സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ കണ്ടു. അപ്പോഴത്തേക്ക് വാവന്മാർ രണ്ടുപേരും കൂടി പിന്നെ ഭയങ്കര ബഹളമായിരുന്നു. അത് വേണം ഇത് വേണം മുട്ടായി വേണം. അവരുടെ കുറേ ലോകത്തേക്ക് അവരങ്ങ് പോയി. അപ്പം ഞങ്ങൾക്കൊന്നും എടുക്കാനും ഞങ്ങൾക്ക് വേണ്ടുന്ന സാധനങ്ങളൊന്നും മേടിക്കാനും ഞങ്ങൾക്ക് പറ്റിയില്ല. എന്ന് വെച്ചാൽ ഇവരുടെ പുറകിൽ ഓടുകയാണ്. ഇവരെന്താ ചെയ്യുന്നതെന്ന് അറിയത്തില്ല. ചിലപ്പോൾ എന്തെങ്കിലും തട്ടിമറിച്ചിടുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നമ്മളതിൻ്റെ പൈസ കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിങ്ങനെ അവരുടെ പുറകിൽ ഇങ്ങനെ ഓടി നടക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേണ്ടുന്ന സാധനങ്ങളൊന്നും വാങ്ങിക്കാനും പറ്റിയില്ല. എന്താ വേണ്ടുന്നതെന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ മറന്നുപോയി കേട്ടോ. വീട്ടിലേക്ക് ആവശ്യമുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരുവിധം എല്ലാ സാധനങ്ങളും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം വേണ്ടുന്ന 1-2 സാധനങ്ങൾ, അത് പക്ഷേ എന്താണെന്ന് പെട്ടെന്ന് ഓർത്തില്ല കേട്ടോ. പല കളറിലിരിക്കുന്ന മിഠായി വേണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ബഹളമായിരുന്നു. രണ്ടുപേരും കൂടി കരച്ചിലും ബഹളമായിരുന്നു. അങ്ങനെ അത് വാങ്ങിക്കൊടുത്തു. അപ്പോൾ മിഠായി ഇങ്ങനെ അധികം കഴിക്കണ്ടെന്നാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത്. പല്ലിന് ചെറിയ പ്രശ്നമുള്ളതുകൊണ്ട്. പക്ഷേ എന്നാലും എവിടെ പോയാലും ഇവർ രണ്ടുപേരും മിഠായി വാങ്ങിക്കും. അങ്ങനെ ഞങ്ങൾ കുറച്ച് മിഠായിയൊക്കെ വാങ്ങിച്ചു. എന്നിട്ട് ഞങ്ങൾ തിരിച്ച് കയറുകയാണ് കേട്ടോ. അപ്പോൾ കയറാനിങ്ങനെ പോയി നിന്നപ്പോൾ എനിക്ക് ഭയങ്കര പേടി. ഇവരുള്ളത് കൊണ്ടാണ് ശരിക്കും എനിക്ക് പേടി കേട്ടോ. എന്നാൽ ഏട്ടൻ്റെ അടുത്ത് കൂടെ വരാൻ പറഞ്ഞിട്ട് ഏട്ടൻ കേൾക്കുന്നുമില്ല. പക്ഷേ ഞാൻ പിന്നെ അല്ലാണ്ട് കയറിപ്പോയി കേട്ടോ. എനിക്കെന്തോ ഒരു വല്ലാത്ത പേടിയായിരുന്നു കേട്ടോ അതിനകത്ത് കയറാൻ വേണ്ടിയിട്ട്. എന്താ പറ്റിയതാണെന്ന് അറിയാൻ വയ്യ.
പക്ഷേ ഇവർ 3 പേരോടെ പിന്നെ കയറിപ്പോയി കേട്ടോ. ഏട്ടനും പിള്ളേരോടെ കയറിപ്പോയി. ഞാൻ പിന്നെ സ്റ്റെപ്പ് കയറിയാണ് മേളിൽ കയറിയത്. വീണ അതിൻ്റെ ഇടയ്ക്കെല്ലാം വീഴും. പോരെ തോണ്ടില്ല വിക്ക ഇങ്ങോട്ട് ഇറങ്ങ. ചോദിച്ചെന്നിങ്ങനെ അപ്പോൾ അതിൻ്റെ മുകളിൽ ഫുഡൊക്കെ ഉണ്ട് കേട്ടോ, ഫുഡ് കോർട്ടുണ്ട്. അപ്പോൾ അവിടെ കയറിയിട്ട് നമ്മൾ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ എന്തായാലും നോക്കിയപ്പോൾ ആര്യാസ് ഉണ്ട് അവിടെ. അങ്ങനെ ഞങ്ങൾ വെച്ചിരുന്നെങ്കിൽ ദോശ കഴിക്കാമെന്ന്. അപ്പോൾ പ്ലെയിൻ ദോശയാണ് കേട്ടോ ഞങ്ങൾ വാങ്ങിച്ചത്. ഞങ്ങൾക്ക് മസാല കഴിക്കുന്നതിനെക്കാട്ടി കൂടുതൽ ഇഷ്ടം പ്ലെയിൻ ദോശ കഴിക്കാനാണ്. അതെന്താണെന്ന് അറിയാൻ വയ്യ. നെയ്റോസ്റ്റിനെയൊക്കെ കാട്ടി ഇഷ്ടം പ്ലെയിൻ ദോശ കഴിക്കാനാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങളൊരു പ്ലെയിൻ ദോശ വാങ്ങി. അപ്പോൾ ഞാനാണ് കേട്ടോ ആദ്യം വാങ്ങിയത്. ബാക്കിയുള്ളവർക്ക് വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആദ്യം വാങ്ങി. അപ്പോൾ ഞാൻ വാങ്ങിയത് കണ്ടപ്പം ബാക്കിയുള്ളവർക്ക് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഓർഡർ ചെയ്തു കേട്ടോ. അപ്പോഴത്തേക്ക് വേണ്ട രണ്ടുപേരും കൂടി ഈ വണ്ടിക്കകത്തൊക്കെ കയറി ഭയങ്കര കളിയായിരുന്നു. അപ്പം ഇതിനകത്ത് ഒരെണ്ണത്തിൽ കയറുന്നതിന് 100 രൂപയാണ്. അപ്പോൾ 5 എണ്ണത്തിൽ കയറുന്നതിന് 300 രൂപയാണെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ എല്ലാത്തിലും ഒന്നും കയറേണ്ടാത്തതുകൊണ്ട് ഞങ്ങൾ ഒരെണ്ണത്തിൽ മാത്രം 2 പേരെയും കൂടി ഇരുത്തി. അപ്പം ലാഭമാണല്ലോ. പിന്നെ ഇവരെല്ലാത്തിലും കയറിയിരുന്നു കേട്ടോ. എല്ലാത്തിലും കയറിയിരുന്നു കളിച്ചു കുറച്ച് നേരം. പക്ഷേ ഓടിക്കത്തില്ല, ജസ്റ്റ് ഇരിക്കാനേ പറ്റുള്ളൂ. അപ്പം അവരെന്തായാലും ഭാഗ്യത്തിനൊന്നും വഴക്കൊന്നും പറഞ്ഞില്ല കേട്ടോ. ഇരുന്നോട്ടെ എന്ന് പറഞ്ഞു. പിന്നെ അതുകൊണ്ട് എന്തായാലും ഞങ്ങൾക്ക് സമാധാനം ഉണ്ടായിരുന്നു. അപ്പോൾ അവരവിടെ നിന്ന് കളിക്കുന്ന സമയം കൊണ്ട് ഞാൻ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. അപ്പം അവരെ വിളിക്കുന്നുണ്ട്, അവർ വരുന്നില്ല ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ ബാക്കിയുള്ളവർക്കുള്ള ഫുഡ് കൊണ്ടുവന്നപ്പോഴത്തേക്ക് 2 പേരും ഓടി വന്നു. അങ്ങനെ എല്ലാവരും കഴിച്ചു കേട്ടോ ഫുഡ്. പക്ഷെ നല്ല ഫുഡൊക്കെ ആയിരുന്നു കേട്ടോ.
ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു ഇനി നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യണം. ഞാൻ ഇനിയും വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ബൈ.